Assalamualaikum all, welcome back to my YouTube channel Super Mom series in the Fabiana. ലാസ്റ്റ് ഇട്ട വീഡിയോനെ കണക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഡച്ച് ഓവൻ പോട്ട്സിനെ കുറിച്ച് കുറേ ഡൗട്ട്സ് ഇപ്പോഴും പലർക്കും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതോടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ക്ലിയർ ആവും. വീഡിയോസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കഴിഞ്ഞ വീഡിയോക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, നല്ല കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്തായാലും ഒരു വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. 1-2 വിന്നർ ഉണ്ടാവും ഇൻഷാ അല്ലാ. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാൻ ഇന്ന് ബീഫ് ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. അത് ഈ 2 പോട്ട്സിലാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി ഒന്നും കാര്യമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. റെസിപ്പി ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഈ സെയിം വീഡിയോ തന്നെ ഞാൻ വോയിസ് ഓവറോട് കൂടി ചെയ്യാം. അതായത് റെസിപ്പി ആഡ് ചെയ്തിട്ടുള്ളൊരു വോയിസ് ഓവറോട് കൂടി ചെയ്യാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 2 പോട്ട്സാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരെണ്ണം റൗണ്ട് പോട്ടാണ്, മറ്റേത് ഓവലാണ്. ഓവൽ പോട്ടിലാണ് റൈസ് വെക്കുന്നത്, അതായത് ഗീ റൈസ് വെക്കുന്നത്, മറ്റേതിൽ മസാലയും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ 2 പോട്ടിലും റൈസ് വെക്കുന്നത്. എനിക്ക് കറക്റ്റ് ക്വാണ്ടിറ്റി എനിക്കും കൂടി മനസ്സിലാക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഇത് 2ഉം യൂസ് ചെയ്തത് കേട്ടോ. അപ്പം അതെന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് ബിരിയാണി വെക്കാൻ പോകുന്നത് 5 കപ്പ് റൈസിലാണ് കേട്ടോ. അപ്പം നന്നായിട്ട് കഴുകി ഗീ റൈസ് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് 5 കപ്പ് റൈസ് കുറച്ച് കൂടുതലാണ്. ഈ ഒരു ഓവൽ പോട്ടിൽ നമുക്ക് 4 കപ്പാണെങ്കിൽ കറക്റ്റാണ്. പിന്നെ വോളിയം നല്ല വൃത്തിക്ക് പിന്നെ ഇത് ഗീ റൈസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ആ സ്ഥാനത്ത് നമുക്ക് റൗണ്ട് പോട്ടാകുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടിയും കപ്പാസിറ്റി ഉണ്ട്. അതുപോലെയാണ് ഫീൽ ചെയ്തത്. ഒരു 4.5 കപ്പ് വരെ പോകും. ഗീ റൈസിന് വേണ്ടി ഓവൽ എടുക്കുന്നതിന് പകരം റൗണ്ടാണ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം നമുക്കൊരു 4.5 ഗ്ലാസ് വരെ, അതായത് ഗ്ലാസ് അല്ല കപ്സ് വരെ നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതായത് ഗീ റൈസ് ഈ 2 പോട്ടിൽ പ്രിപ്പയർ ചെയ്യാം. അതിൽ തന്നെ ഓവനിലാണെങ്കിൽ 4 കപ്സ് മാത്രമേ എടുക്കണ്ടൂ, മറ്റേതാണെങ്കിൽ 4.5 കപ്സ് നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബീഫ് ഞാനത് ആദ്യം ഈ ഒരു റെഡ് പോട്ടിലായിരുന്നു ആക്കിയത്, അതായത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായത്. അത് സമയം എടുക്കുമെന്ന് കണ്ടതുകൊണ്ട് ഞാനത് വേറെ തന്നെ ഒരു കാസ്റ്റ് അയൺ പോട്ട് ടീൽ കളറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് കുക്കാവട്ടെ. അപ്പോഴേക്കും ഞാൻ എൻ്റെ ബാക്കിയുള്ള മസാലകൾ, പച്ച മസാലകളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പം അതിലേക്ക് അതിനെ മാറ്റിയിട്ടത്. നമ്മൾ മീറ്റൊക്കെ സ്ലോ കുക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു കാസ്റ്റ് അയൺ പോട്ടിൽ സ്ലോ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുക്കറിലൊക്കെ എങ്ങനെയാണോ കുക്ക് ചെയ്തെടുക്കുന്നത് അതേ ഒരു ഫീലിൽ കിട്ടും. കുക്കറിലാകുമ്പോൾ ചില കേസിൽ നമുക്ക് വല്ലാണ്ട് വെന്ത് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് സ്ലോ കുക്ക് ചെയ്തെടുത്താൽ മതി. പക്ഷെ 1.5 ഇയേഴ്സിനടുത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇപ്പോൾ കാസ്റ്റ് അയൺ പോട്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സാധനം ആദ്യം ഞാൻ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് കുറച്ച് യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ റിവ്യൂ ആയിട്ട് വീഡിയോ ഇവിടെ ഷെയർ ചെയ്തത്, അതായത് എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തത്. അപ്പോൾ അതിന് ശേഷം തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 1.5 ഇയേഴ്സായി ഞാൻ യൂസ് ചെയ്യുന്നത്. അൽഹംദുലില്ലാ ഡെയിലി യൂസിന് ഞാനിപ്പം കാസ്റ്റ് അയൺ പോട്ട്സ് തന്നെ എടുക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ ടൈം സേവിങ് ആണ്. നമുക്ക് ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു തവണ അങ്ങ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് അവിടെ വെച്ച് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അത് ഷുവറാണ്. പക്ഷേ മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ സിമ്മിലിട്ടിട്ട് അതവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുക്കാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. മീറ്റ് ആയാലും എന്ത് ഐറ്റംസ് ആയാലും. നമ്മൾ ചട്ടിയിലൊക്കെ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ, എല്ലാ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ചട്ടിയിലുണ്ടാക്കുന്ന അതേ ഫീൽ തന്നെയാണ് നമുക്ക് ഈ ഒരു കാസ്റ്റ് അയൺ പോട്ട്സിൽ. അതും ചട്ടി ആയാലും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചൂടാകാൻ ഭയങ്കര ഒരു ടൈം എടുക്കും. ആ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ നമുക്കത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റാറുണ്ട്. ചട്ടി യൂസ് ചെയ്തിട്ട്, അതായത് മൺചട്ടി യൂസ് ചെയ്തിട്ട് പിന്നെ കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും എന്താണ് അതിൻ്റെ ഗുണം എന്നുള്ളത്. അപ്പോൾ അതേ ഒരു ഇതിൽ തന്നെ നമുക്കിതിനെയും കാണാം. ഇതിപ്പം കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് അയണാണ് വരുന്നത്. അയണിൻ്റെ പുറമേയും ഉൾവശത്തും എല്ലാമായിട്ട് ഫുള്ളി ഇനാമൽഡ് ആണ്. അപ്പം പലരും ചോദിക്കലുണ്ട് ഇതെങ്ങനെയാണ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ, അഥവാ അടിയിൽ ചെറുതായിട്ട് നമുക്കതിൻ്റെ നമ്മൾ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെള്ളം ഒഴിച്ച് വെച്ചാണെങ്കിൽ നമുക്ക് നമ്മുടെ നോർമൽ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ഈ ഒരു പോട്ട്സ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ ഒരു കാരണവശാലും സ്റ്റീൽ റോള് അല്ലെങ്കിൽ സ്റ്റീൽ മെഷ് അതൊന്നും യൂസ് ചെയ്തിട്ട് നമ്മൾ
ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇനാമലാണ്. നമ്മൾ ഇപ്പം ഒരു തവണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്നും പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. അതിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ചിലപ്പം എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം വെറുതെ നമ്മൾ അങ്ങനെ ഒരു ഡാമേജ് അതിന് വരുത്തണ്ടെന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ സ്പോഞ്ചിൻ്റെ തന്നെ കുറച്ച് റഫായിട്ടുള്ള ആ ഒരു പോർഷനില്ലേ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ മതി. പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിപ്പം ഇതിൻ്റെ അടിയിലെ ഭാഗത്തേക്ക് കരി പിടിക്കുന്നയോ അല്ലെങ്കിൽ എന്തെങ്കിലും കളർ മാറുന്ന പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ സ്പോഞ്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ക്ലീനാക്കി എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് യൂസിലായാലും നമുക്കത് ഒരു ഫ്രഷ് ലുക്ക് തന്നെയാണ് ആ ഒരു പോട്ട്സിനുണ്ടാകുന്നത്. അതായത് പുതിയ പോലെ തന്നെ ഉണ്ടാവും. ഞാനിതിൽ കാണുന്ന വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലോ അല്ലേ. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്ത് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ, അതായത് പോട്ട് നല്ല ചൂടായിരിക്കും കുക്ക് ചെയ്ത ഉടനെ, പക്ഷെ ചെറുതായിട്ടൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് ഡയറക്റ്റ് കൊണ്ടുപോയി സെർവ് ചെയ്യാൻ പറ്റും. നമുക്ക് ടേബിളിലൊക്കെ ഇതിങ്ങനെ തന്നെ കൊണ്ടുപോയി വെച്ചാലും നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ നോർമലി ഇപ്പോൾ അലുമിനിയത്തിലോ അല്ലെങ്കിൽ അങ്ങനെ കണ്ട ഐറ്റംസ് പാത്രത്തിലൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതെടുത്ത് ടേബിളിൽ കൊണ്ടുപോയി സെർവ് ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടില്ല. പക്ഷേ ഈ ഒരു കുക്കിംഗ് പോട്ട്സ് എല്ലാം തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ സെർവ് ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാണ്, നല്ല ഭംഗിയുമാണ്. പിന്നെ കുറച്ച് പേര് ചോദിച്ചത് ഈ ഒരു കാര്യമാണ്, അതായത് ഇതിൻ്റെ ബിഗ് സൈസ് കിട്ടുമോ എന്നുള്ളത്. ഇതിപ്പോൾ നമുക്ക് 4.5 കപ്പ് റൈസ് വെക്കാൻ പാകത്തിനുള്ള കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്. പക്ഷേ ഇതിനേക്കാളും സൈസ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ നമുക്ക് അയണിൻ്റെ കണ്ടൻറ്റ് കൂടുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വെയിറ്റും കൂടും. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. മീൻസ് പിന്നെ ഇത് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പാകത്തിനുള്ളൊരു വെയിറ്റാണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് സൈസ് പോകുന്നതിനനുസരിച്ച് വെയിറ്റ് കൂടും. അപ്പം ഹാൻഡ്ലിങ് ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇതിനേക്കാളും വലിയ സൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാനൈറ്റ് പോട്ട്സ് ആണ്. കാരണം ഞാൻ രണ്ടും ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തത് കൊണ്ട് തന്നെ, മുൻപ് ഒരു വീഡിയോയിലായിട്ടാണ് ഷെയർ ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഗ്രാനൈറ്റ് പോട്ട്സ് ആണോ നല്ലത്, ഡച്ച് ഓവൻ പോട്ട്സ് ആണോ നല്ലത് എന്നുള്ളത് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗ്രാനൈറ്റ് പോട്ട്സിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, ഇതിൻ്റെതായ ഗുണങ്ങളുണ്ട്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്, രണ്ടും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രാനൈറ്റ് പോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നോൺ സ്റ്റിക്ക് പിന്നെ കുക്ക് വെയർസ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്ന അതേ ഒരു ലാഘവത്തോടെ യൂസ് ചെയ്യാം. മാത്രമല്ല സേഫുമാണ്, ഗ്രാനൈറ്റാണ്, അതിൽ നല്ലൊരു ലെയർ വരുന്നത് ഗ്രാനൈറ്റാണ്. അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാം. ഡച്ച് ഓവൻ പോട്ട്സും നമുക്ക് അയൺ ആയതുകൊണ്ട് തന്നെ സേഫായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഗ്രാനൈറ്റിൻ്റെ അത്ര നോൺ സ്റ്റിക്കിയാന്ന് ഞാൻ പറയില്ല. നമ്മൾ പിന്നെ ഇതിപ്പോൾ റൈസൊക്കെ ഞാനിപ്പോൾ ഇതിലും തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. റൈസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടിയിലത്തെ ഭാഗം കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇൻ കേസ് നിങ്ങൾ ഫ്ലെയിം ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ചെറുതായിട്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഗ്രാനൈറ്റിൻ്റെ കേസിൽ നമ്മളൊരു കുഴപ്പമില്ലാത്ത ഫ്ലെയിമിൽ വെച്ചാലും അത് നോൺ സ്റ്റിക്കിയാണ്, പിന്നെ അതിൽ പ്രശ്നം വരുന്നില്ല. പിന്നെ രണ്ടിലും തന്നെ ഓയിൽ യൂസേജ്, ഗ്രാനൈറ്റിൽ ഓയിൽ പിന്നെ നമുക്ക് ഒരുപാടൊന്നും വേണ്ട, നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ, പക്ഷേ ഇതിൽ നോർമലി നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കുന്ന രീതിയിലുള്ള ഓയിൽ തന്നെ വേണം, അതല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. പിന്നെ നമുക്ക് ഡച്ച് ഓവൻ പോട്ട്സ് ആകുമ്പം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. നമുക്ക് ബാക്കിയുള്ള അതായത് ചട്ടിയിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഐറ്റംസ് കുക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അതേപോലെ തന്നെയാണ് ഈ ഒരു ഡച്ച് ഓവൻ പോട്ട്സും എനിക്ക് ഫീൽ ചെയ്തത്. ഗ്രാനൈറ്റ് എന്ന് പറയുമ്പം എനർജി സേവിങ് ഒന്നുമില്ല. സാധാരണ നമ്മൾ എത്രയാണോ ടൈം എടുക്കുന്നത് അതേ ടൈം തന്നെ ഗ്രാനൈറ്റിൽ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ഓയിൽ യൂസേജ് കുറച്ച് കുറയും ഗ്രാനൈറ്റിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പം. അതുപോലെ ഡച്ച് ഓവൻ പോട്ട്സിൽ ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഡീപ്പായിട്ടുള്ള പോട്ട്സ് ആണല്ലോ കാണുന്നത്. കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള കാസറോൾസ് എല്ലാം ഇൻഷാല്ല ഒരു ന്യൂ ലോഞ്ച് എന്നുള്ള രീതിയിൽ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ കളേഴ്സും വരാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴല്ല, കുറച്ച് ടൈം എടുക്കും എന്തായാലും. എപ്പോഴാണെന്ന് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് നല്ലൊരു സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി അയച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ അൽഹംദുലില്ലാ ആ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് എല്ലാ ഐറ്റംസിനും ബുക്കിംഗ് കംപ്ലീറ്റ് ആയി. ഇനി ഇപ്പോൾ വരുന്ന എല്ലാ എൻക്വയറീസിനും അത് പ്രീ ബുക്കിംഗ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ചെറിയൊരു അഡ്വാൻസ് വാങ്ങിയിട്ട് പ്രീ ബുക്കിംഗ് ആണ് അത്. അങ്ങനെ എടുക്കുന്ന പിന്നെ ഓർഡേഴ്സ് എന്തായാലും ഇനി നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അത് ടൈം പീരീഡ് എത്രയാണെന്നുള്ളത് നിങ്ങൾ വന്ന് എൻക്വയറി ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അവിടെയുള്ള സ്റ്റോക്ക് ഇൻഷാല്ലാ ഒരു ഫ്യൂ ഡേയ്സിനുള്ളിൽ നാട്ടിൽ എത്തും. എത്തിയ ഉടനെ പിന്നെ എന്തായാലും നിങ്ങൾക്ക് അയച്ചു തുടങ്ങും. ഓക്കെ.
അതുപോലെ ഡച്ച് ഓവൻ പോട്ട്സിൻ്റെ ഫുൾ സെറ്റിന് ഇപ്പോഴും നല്ല എൻക്വയറി വരുന്നുണ്ട്, പലരുമായിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഫുൾ സെറ്റിൻ്റെ കളേഴ്സും ഡീറ്റെയിൽസും ഞാൻ എന്തായാലും വീഡിയോൻ്റെ എൻഡിലായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും പറയാം. മുൻപുണ്ടായ ആ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ, അതായത് നമ്മൾ നാട്ടിൽ സ്റ്റോക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ, പ്രീ ബുക്കിംഗ് എടുക്കുന്നത് കൊണ്ട് തന്നെ ആ ബിഫോർ പ്രൈസ്, അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എത്രയാണ് പ്രൈസ് അതിനേക്കാളും കുറഞ്ഞ പ്രൈസിലാണ് ഈ ഗ്രാനൈറ്റ് ആയാലും ഡച്ച് ഓവൻ പോട്ട്സ് ആയാലും ഫുൾ സെറ്റ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സാധനങ്ങളും ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. നല്ലൊരു ചാൻസാണ് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ യു എയിലുള്ളവരും എന്നെ വന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഇതെങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ യു എയിലുള്ളവർക്ക് ഏറ്റവും നല്ലത് ഞാനൊരു ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതായത് ഈ ഒരു ഡച്ച് ഓവൻ പോട്ട് സിംഗിൾസിനുള്ള ലിങ്ക് ആയിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ഫെബിന 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി കിട്ടും. നിങ്ങൾക്ക് എന്തുകൊണ്ടും അത് ആ ഒരു ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ലാഭം. ഞാൻ ത്രൂ ആകുമ്പോൾ എന്തായാലും നമ്മുടെ ഒരു സർവീസ് ചാർജും സംഭവങ്ങളൊക്കെ എക്സ്ട്രാ വരും. പിന്നെ അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ലിങ്കിൽ കയറി ഫെബിന 10 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക. മാത്രമല്ല ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷനും എല്ലാം ഉണ്ട്. അപ്പോൾ ആ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഷെയർ ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെ ബീഫ് മസാല ഏകദേശം ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ബീഫ് നന്നായി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടീൽ കളർ പോട്ടിൽ അത് ഞാനിതാ മസാലയിലേക്ക് മാറ്റിയിടുകയാണ്. എന്നിട്ട് വീണ്ടും കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എല്ലാം സ്ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ബീഫ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈം വേണമല്ലോ അത് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ റെഡ് പോട്ടിലേക്ക് മാറ്റിയിട്ട് വീണ്ടും അത് സ്ലോ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കിച്ചണിൽ ഇതുപോലെ എന്തെങ്കിലും പണികൾ എടുക്കുമ്പോൾ സാൻ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. എന്നിട്ട് അവനൊന്ന് എടുക്കാൻ വേണ്ടി പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവനെ തട്ടിയെടുത്തിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് വാച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം എൻ്റെ കയ്യിലുണ്ടാവും. അവനെ എടുത്തുകൊണ്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാം. അപ്പോൾ ബീഫ് മസാല സ്ലോ കുക്ക് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിതാ ജാൻ്റെ കൂടെ വന്ന് ഹാളിലിരിക്കുകയാണ്. അവൻ്റെ കൂടെ ഇരുന്നിട്ട് കുറച്ച് നേരം ടി വി എല്ലാം വാച്ച് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നല്ല നല്ല കമൻസ് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ അടുത്ത് ഡയറക്റ്റ് വന്ന് സംസാരിക്കുമ്പോഴും ഭയങ്കര, അതായത് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഭയങ്കര യൂസ്ഫുള്ളാണ്, നല്ലൊരു കാര്യമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പലരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാ ഇനിയും അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല നല്ല പ്രോഡക്റ്റ്സ് ഇതുപോലെ ബൾക്ക് സ്റ്റോക്ക് ചെയ്യാൻ തന്നെ നമ്മൾ പ്ലാൻ ഉണ്ട്. ഇത് ഇവിടെ വെച്ചിട്ടൊന്നും നിർത്തുന്നില്ല. ഇൻഷാ അല്ലാ ഇനിയും അതിനെ ഉഷാറാക്കി കൊണ്ടുവരാൻ തന്നെയാണ് പ്ലാന്. നല്ല ഹാർഡ് വർക്ക് ഉണ്ട് ഇതിൻ്റെ ഒക്കെ പിന്നിൽ. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല എന്നെപ്പോലെ ക്രേസുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ ചുറ്റുവട്ടത്തുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിങ്ങളുടെ ഓരോ കമൻസ് വായിക്കുമ്പോഴും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തായാലും എൻ്റെ വീഡിയോസ് ഉപകാരപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉദ്ദേശിച്ച് തന്നെ ഞാൻ എന്തായാലും ഇൻഷാ അല്ലാ പുതിയ പ്രോഡക്ട്സ് ഞാൻ ഇതുപോലെ അതായത് എനിക്ക് നന്നായിട്ട് തോന്നുന്ന ഐറ്റംസ് മാത്രം ഞാൻ നിങ്ങളുമായിട്ട് എന്തായാലും ഷെയർ ചെയ്യട്ടോ. അബായ അതുപോലെ ക്ലോത്തിങ് ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ക്രോക്കറി വിട്ട് കളിക്കാൻ എനിക്ക് എന്തായാലും താല്പര്യമില്ല. ഈ ക്രോക്കറിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ഫീലാണ് കേട്ടോ. അപ്പം ഇതും എല്ലാം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇൻഷാ അല്ലാ എൻ്റെ പ്ലാൻ. ഈ 2-3 കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യൽ ശരിക്കും നല്ല ടാസ്ക്കാണ്. എന്നിരുന്നാലും ഹസ്ബൻഡായാലും മക്കളായാലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു സമാധാനമാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഓവൽ ഷേപ്പിലാണല്ലോ ഞാൻ റൈസ് വെച്ചത്. അതിൽ ഫുള്ളായിരുന്നു കേട്ടോ റൈസ്. അതായത് നമ്മൾ ഈ ഒരു 5 കപ്പ് എടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ പോർഷൻ വരെ റൈസ് ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് റൈസ് ഏകദേശം ഒരു ഹാഫ് കുക്കായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇടണമല്ലോ. അത് ശരിക്കും നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്നിരുന്നാലും റൈസ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ തമ്മിൽ ഒട്ടിപ്പിടിക്കോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് വലിയൊരു പ്ലസ്സാണ് കേട്ടോ. നമ്മളിതിൽ ഗീ റൈസ് വെക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഇങ്ങനെ എല്ലാം വിട്ടിട്ടുള്ള രീതിയിൽ റൈസ് കിട്ടുന്നുണ്ട്. കാരണം പെട്ടെന്ന് ഇത് ഡ്രൈ ആവും. ആ ഒരു തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ ഈ ഡച്ച് ഓവൻ പോട്ട്സിൽ കുക്ക് ചെയ്യുമ്പം വരുന്നില്ല. അതുകൊണ്ട് തന്നെ റൈസ് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ടാണ് തോന്നിയത്. പക്ഷേ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലെയിം ശ്രദ്ധിക്കണം.
വെള്ളം ഒഴിക്കുന്നത് കുറയാൻ പാടില്ല, കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ വെള്ളം ഒഴിക്കുന്നത് കുറയാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് ഡ്രൈ ആവും. ഒന്നാമത് നല്ല ഹീറ്റ് ഉണ്ടല്ലോ ഈ ഒരു പോട്ടിന്. അത് ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള പിന്നെ കുക്കിംഗ് ഓയിലും ഒഴിച്ചു കൊടുക്കുക. പിന്നെ സ്ലോ കുക്ക് ചെയ്യുക. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതിൽ എന്ത് ഐറ്റംസ്, ഈവൻ ബേക്കിംഗ് ആയാലും അതുപോലെ നമ്മുടെ ഈ പോള ഐറ്റംസ് ഒക്കെ ഇല്ല, അതൊക്കെ പ്രിപ്പയർ ചെയ്യാനും എല്ലാം ഓക്കെ ആയിരിക്കും. പിന്നെ വെച്ചാൽ ഈ ഒരു ബേക്കിംഗ്, അതായത് നമുക്ക് കേക്ക് എന്തായാലും ഇതിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പിന്നെ ഉദ്ദേശമുണ്ട്. എന്തായാലും ബേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇതിൽ കേക്ക് അതുപോലെ പോള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും കേട്ടോ. അതിൻ്റെ റിവ്യൂ എന്താണെന്നുള്ളത്, അത് നമുക്ക് ഓക്കെ ആണോ, ഇതിൽ നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ റൈസ് ദമ്മിലിട്ടിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിൻ്റെ അടിയിലത്തെ പോർഷൻ നിങ്ങൾക്കിപ്പോൾ കാണാം, കണ്ടില്ലേ? നോൺ സ്റ്റിക്കി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ ആ ഒരു രീതിയിലാണ് ഫ്ലെയിമൊക്കെ വെച്ച് കൊടുത്തത്. അതുകൊണ്ട് തന്നെ റൈസ് അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലരും വന്ന് ചോദിച്ചൊരു കാര്യമാണ്, അടിയിൽ പിടിക്കുമോ, ഗീ റൈസ് ഉണ്ടാക്കാൻ പറ്റുമോ, എല്ലാം. അപ്പം നമുക്ക് ഏത് കൈൻഡ് ഓഫ് കുക്കിങ്ങും നമുക്ക് ഈ ഒരു പോട്ട്സിൽ സാധ്യമാണ് കേട്ടോ. പിന്നെ പലരുടെയും സംശയം എന്ന് വെച്ചാൽ ഡിഷ് വാഷ് സേഫ് ആണോ എന്നുള്ളതാണ്. പക്ഷേ ഇത് ഹാൻഡ് വാഷ് മാത്രമേ പറ്റുള്ളൂ. ഡിഷ് വാഷറിൽ വെക്കുന്നത് നല്ലതല്ല. കാരണം ഇതിൻ്റെ ഇനാമൽ കോട്ടിങ് ഡിഷ് വാഷറിലാകുമ്പം ഭയങ്കര നല്ല ടെമ്പറേച്ചറിലാണ് വെള്ളമൊക്കെ അതിൽ വരുന്നത്. അപ്പം അതെന്തെങ്കിലും രീതിയിൽ, മാത്രമല്ല നല്ല രീതിയിൽ കെമിക്കൽസൊക്കെ അതിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാരണമായിട്ട് എന്തെങ്കിലും പോരായ്മകൾ ഇതിന് വരും എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കും ഡിഷ് വാഷർ സേഫ് അല്ല എന്ന് പറയുന്നുണ്ടാകും. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ഇത് ക്ലീനിങ് വലിയ ടാസ്കേ അല്ല കേട്ടോ. നമ്മൾ ഇത് അഥവാ എനി കേസ് ചെറിയ രീതിയിൽ അടിയിലൊക്കെ എന്തെങ്കിലും പിടിച്ചു പോയാൽ തന്നെ നമുക്കത് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ നോർമൽ സ്പോഞ്ച് അതിൻ്റെ ആ ഒരു റഫായിട്ടുള്ള പോർഷൻ മാത്രം യൂസ് ചെയ്താൽ മതി, അത് വെച്ചിട്ട് തന്നെ പറ്റും. അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി ദമ്മിലിട്ട് വെച്ച് ഞാൻ കുറച്ച് നേരം വന്ന് റൂമിലൊക്കെ വന്നിരുന്ന് അപ്പോഴേക്ക് ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സാറ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബിരിയാണി ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിക്കാൻ പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ബിരിയാണീൻ്റെ കൂടെ ചട്നിയും പിന്നെ റൈത്തയും, ഈ 2 കോംബോ അതിൻ്റെ കൂടെ നമ്മൾ അന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കിപ്പം ഫുൾ സെറ്റ് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കളേഴ്സ് എല്ലാം തന്നെ വീഡിയോൻ്റെ എൻഡിലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് വാട്സപ്പിലൂടെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഫുൾ സെറ്റ് ഇപ്പോഴും ഞാൻ ഷെയർ ചെയ്യുന്ന എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. അതുപോലെ സിംഗിൾസ് ആണെങ്കിലും ഫുൾ സെറ്റ് ആണെങ്കിലും പ്രീ ബുക്കിംഗ് ആണ് കേട്ടോ ഇനിയുള്ളത്. അപ്പോൾ നിങ്ങളിപ്പം വന്നിട്ട് ഓർഡർ ചെയ്താൽ തന്നെ, അതായത് ഒരു ചെറിയൊരു അഡ്വാൻസ് വാങ്ങിയിട്ട് ഓർഡർ എടുക്കും. പിന്നീട് സാധനം നാട്ടിലെത്തിയതിന് ശേഷം നിങ്ങളോട് പറയുമ്പോഴാണ് എനിക്ക് ബാലൻസ് എമൗണ്ട് വേണ്ടുള്ളൂ. ആ സമയത്ത് അഡ്രസ്സും ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് തരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അതായത് സാധനം ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാലുള്ള അപ്ഡേറ്റ്സ് ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം താല്പര്യമുള്ളവർ എന്തായാലും എന്നെ വന്ന് വാട്സപ്പിലൂടെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. വാട്സപ്പ് ലിങ്കാണ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഫുൾ സെറ്റിൻ്റെ എല്ലാ കളേഴ്സും ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ളതാണ്. ആ ഒരു ബ്ലൂ മാത്രമാണ് എൻ്റെ ഇല്ലാതുള്ളത്, അതായത് ആ ഒരു റോയൽ ബ്ലൂ. ബാക്കിയുള്ള എല്ലാ കളേഴ്സും എൻ്റെ കയ്യിലുണ്ട്. എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചമാണ്. ബ്ലൂ എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് കളക്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല. ബാക്കി എല്ലാ കളേഴ്സും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കളർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്നെ വാട്സപ്പിലൂടെ വന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം തന്നെ തരുന്നതായിരിക്കും. പിന്നെ സിംഗിൾസ് ആണെങ്കിൽ സിംഗിൾസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രാനൈറ്റ് പോട്ട്സ് ആണ്. ഗ്രാനൈറ്റ് പോട്ട്സ് അതിൻ്റെ ഫോട്ടോസും ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതും ഞാനൊരു 2-3 വീഡിയോ മുൻപ് ഞാനത് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഫൈനലി ലാസ്റ്റ് വീഡിയോയിൽ ഇട്ട കമൻറ്റ്സ്, അതിൽ നിന്ന് ഞാനൊരു വിന്നറിന് കമൻറ്റ് പിക്കറിലൂടെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു ചെറിയൊരു ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 പേരെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. യൂട്യൂബ് ലിങ്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 നമ്പേഴ്സിന് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണ് വിന്നർ എന്നുള്ളത്. അങ്ങനെ ഇന്നത്തെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് ഫൈസ ജലീൽ എന്ന് പറഞ്ഞ അക്കൗണ്ടിനാണ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് വിന്നർ ആണെങ്കിൽ ഇറ്റ്സ് മീ ഫാദി എന്ന് പറഞ്ഞ അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു അടിപൊളി ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വിന്നറിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പാകിസ്ഥാനി സൽവാർ കമീസ് സെറ്റാണ്. ഞാൻ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാം. അതുപോലെ സെക്കൻഡ് വിന്നറിനാണെങ്കിൽ നമ്മുടെ കളക്ഷനിലുള്ളൊരു മാക്സി, അതായത് ദുബായ് മാക്സി, ആ ഒരു പീസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വ്യക്തികൾ എത്രയും പെട്ടെന്ന് വന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതായിരിക്കും, ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇവർക്ക് പുറമെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും ടെൻഷൻ വേണ്ട, ഞാൻ ഗിഫ്റ്റ് ഇനിയും തരാൻ തയ്യാറാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ തയ്യാറായാൽ മതി. അതായത് എൻ്റെ ഓരോ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. അങ്ങനെയാകുമ്പം ഒന്നുകിൽ നിങ്ങളോട് പറയാതെ തന്നെ റാൻഡമായിട്ട് ഞാൻ നിങ്ങളെ കമൻറ്റിൽ നിന്ന് ചൂസ് ചെയ്യുന്നതായിരിക്കും. ഇതേപോലെ തന്നെ എന്തെങ്കിലും ഡ്രോ മറ്റോ വെച്ചിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ അനൗൺസ് ചെയ്തിട്ട് തന്നെ ഒരു ഗീവ് അവേ ഒക്കെ വെക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും നിങ്ങൾക്കും കിട്ടാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. ഇനിയും വരുന്നുണ്ട് ഒരുപാട് ഗിവ് അവേസ്. അതിൽ എന്തായാലും പങ്കെടുക്കുക, കമൻറ്റ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഫസ്റ്റ് പ്രൈസ് വിന്നർ അവർക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ഇതാണ്. ഈ ഒരു പാകിസ്ഥാനി സൽവാർ കമീസ് സെറ്റ്, ബ്ലാക്കും ഒരു ലൈറ്റ് പീച്ചും കോമ്പിനേഷനിൽ വരുന്ന നല്ല പ്യുവർ ഷിഫോണിൽ വരുന്ന ഷോളാണ്, ദുപ്പട്ടയാണ് അതിൽ വരുന്നത്. അതുപോലെ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ്, പാൻറ്റിലേക്കും ചെറിയൊരു വർക്കൊക്കെ ആയിട്ട് നല്ല അത്യാവശ്യം നല്ല കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സൽവാർ കമീസ് തന്നെയാണ് അവർക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അതുപോലെ സെക്കൻഡ് വിന്നറിനാണെങ്കിൽ നല്ലൊരു ദുബായ് മാക്സി, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്, അതിൻ്റെ ഒരു മീഡിയം സൈസ്, അതാണ് സെക്കൻഡ് വിന്നറിന് കൊടുക്കുന്നത്. ഇതാണ് ആ ഒരു മാക്സി. ഒരു ഫ്ലോറൽ പ്രിൻറ്റിലാണ് വരുന്നത്, നല്ലൊരു പീച്ച് പിങ്ക് ഷെയ്ഡ്, രണ്ടും മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്, നല്ല ഭംഗിയുള്ള ഒരു മാക്സിയാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എന്നെ വാട്സപ്പിലൂടെ വന്ന് കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.